ആലോചിക്കണ്ടേ? സമ്മേളനത്തിന്റെ ഭാഗമായി KNM ഇറക്കിയൊരു പുസ്തകം ഞാൻ ഇച്ചിരി ഗൗരവമായി നിങ്ങളെ ചിലത് പഠിപ്പിക്കുകയാണ്. നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് KNM പ്രസിദ്ധീകരിച്ച ബുക്കാണ്. കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരണം ആധികാരികമാണ്. ചില ഭാഗങ്ങൾ വായിച്ച് കളിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ ഇന്നത്തെ അനുഭവവും ഈ എഴുത്തും തമ്മിൽ എന്ത് വ്യത്യാസം എന്ന് നിങ്ങൾ പഠിക്കും. തൗഹീദി ആദർശ പ്രബോധനം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി 1967 ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ ISM എന്ന പേരിൽ മുജാഹിദ് യുവജന സംഘടനക്കും 1970 മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് MSM എന്ന ബാനറിൽ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനവും 1987 മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് MGM എന്ന വനിതാ സംഘടനയും KNM രൂപം നൽകി. സെലഫി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവൃത്തിപഥത്തിൽ സജീവമായി മുന്നേറിയ ISM-ഉം കാലാകാലങ്ങളിൽ ധർമ്മസമരവുമായി കടന്നു ചെന്നു. കലാലയങ്ങളിലേക്ക് ധർമ്മസമരവുമായി കടന്നു ചെന്ന MSM ഇന്ന് കേരളത്തിലെ മുൻനിര വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റെല്ലാ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരലോക ലക്ഷ്യം മാത്രം കാംക്ഷിച്ച് ഭൗതിക സ്വാർത്ഥ താല്പര്യങ്ങളുടെ കറപുരറാത്ത ധർമ്മബോധത്തിന് ഊന്നൽ നൽകി മുന്നോട്ട് പോകുന്ന ISM-ഉം MSM-ഉം സെലഫി ആദർശം നെഞ്ചിലേറ്റിയ 10,000-കണക്കിന് നന്മയുള്ള ചെറുപ്പക്കാരെ സൃഷ്ടിക്കുകയും. അടുത്ത വാചകം കേട്ടോളി, എന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പൊ എന്താ പ്രശ്നം എന്താന്ന് നിങ്ങൾ കേട്ടോളി. മദ്യം, ചൂതാട്ടം, ലൈംഗിക അരാജകത്വം, അഴിമതി, കൈക്കൂലി, കലാപരാഷ്ട്രീയം, തീവ്രവാദം, ഇതൊന്ന് അടിവരണം, തീവ്രവാദം തുടങ്ങിയ അധാർമികതകളിൽ നിന്ന്, എല്ലാതരം ആത്മീയ ചൂഷണങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്ത KNM-ന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുന്നു. തീവ്രവാദത്തിനെതിരെ ISM, MSM എല്ലാ ചൂഷണത്തിനെതിരെയും വിടുന്നുണ്ടായിരുന്നറിയോ? ISM-നെതിരെ കോടതിയിൽ ഇതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ഇതിനെ നശിപ്പിച്ച ഒരു പ്രൊഫസർ കൊണ്ടുപോയി ലെറ്റർ പേഡിൽ കൊടുത്തു. ISM-ലെ 40 വയസ്സ് വരെ ഉള്ള ആളുകൾ KNM-ൽ എന്തുകൊണ്ട് മെമ്പർമാരാകരുത് എന്ന് ഞങ്ങൾ വിചാരിച്ചത് ഈ ISM-ലെ ആളുകൾ തീവ്രവാദിയായി പോകും എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ആരാ പ്രശ്നം? ISM-നെ നശിപ്പിക്കുന്നതിൽ ചിലർ പങ്കുവഹിച്ചു. നേതൃത്വത്തിലെ ചിലർ അവർ കേസ് കൊടുത്തു. എന്നിട്ടോ മുജാഹിദ് പ്രസ്ഥാനം ഒരു വലിയ ജനകീയ ശക്തിയായി ഇപ്പോൾ കേരളത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ISM-ഉം MSM-ഉം സംഘടന നടത്തുന്ന അൽമനാർ, വിചിന്തനം പോലെയുള്ള ആനുകാലികങ്ങളും ഇസ്ലാഹി പ്രസാധന സ്ഥാപനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങളും, വിശേഷിച്ച് KP മുഹമ്മദ് അമാൻ മൗലവിയുടെ സെലഫി ആദർശ വിശദീകരണ പുസ്തകങ്ങളും ഈ വളർച്ചയിൽ കാര്യമായ പങ്ക് വഹിച്ചു. മനസ്സിലായോ? ഇതിനെതിരെ ഇനി കേട്ടോളി ഒരു ഭാഗം, അത് നിങ്ങൾ കിട്ടിലും കൊണ്ട് വായിക്കേണ്ട കാര്യം. മുജാഹിദ് യുവജന പ്രസ്ഥാനം കേരളത്തിലുടനീളം ന്യൂനപക്ഷ തീവ്രവാദത്തിനെതിരായി പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു, ലഘുലേഖകൾ ഇറക്കി, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, തുറന്ന സംവാദങ്ങൾ നടത്തി. തൂമ്പയെന്ന് വിളിക്കാതെ മൃദു സമീപനത്തിന്റെ പോളിഷ് ചെയ്ത മുഖവുമായി ഇത്തരം വിഷയങ്ങളിൽ കിടന്നുരുളുന്നത് IS കിടന്നുരുളുകയില്ല എന്നത് ISM ദൃഢനിശ്ചയം ചെയ്തു. ISM നടത്തിയ പ്രചരണ പ്രവർത്തനങ്ങളാണ് അടിവരട്ടോളീൻ കേരളത്തിലെ മുസ്ലിം മുഖ്യധാരയെ തീവ്രവാദ ചിന്തകളിൽ നിന്നകറ്റിയത്. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രബുദ്ധമായ ഇന്നലകളോട് നീതി പുലർത്താൻ തീവ്രവാദത്തിനെതിരായ പോരാട്ടത്തിലൂടെ ISM-ന് സാധിച്ചു. എന്നിട്ട് ഈ ISM-നെതിരെ KNM-ന്റെ ലെറ്റർ പേഡിൽ ഇവർ തീവ്രവാദികളായി പോകും എന്ന് ഭയപ്പെടുന്നു. ഇന്ന് സംഭവിച്ച എന്താ? ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോ ബാപ്പ പറയൻ, നിങ്ങൾ ഒറ്റ ആൺകുട്ടികളും ഇവിടെ സഹായിക്കണ്ട, അടങ്ങിന്നോളി, എല്ലാം ഞങ്ങൾ ചെയ്യും. അപ്പൊ അവിടെ ഐക്യം ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ? ഇന്ന് വരെയുള്ള നമ്മുടെ ചരിത്ര സമ്മേളനത്തിൽ ISM-ഉം MSM-ഉം പ്രവർത്തിക്കണ്ട എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചൊരു ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലുണ്ടോ? ഉണ്ടോ? അതുണ്ടായി. ഇവിടെ
ദൈവത്ത് വേണ്ട. വിജ്ഞാന സദസ്സുകൾ ഒന്നൊന്നായി തടുത്തു, തകർത്തു. SLRC വളർത്തി. യുക്തിവാദിയായ, ഹദീസ് നിഷേധിയായ, അക്കലാനിയായ KVക്ക് പ്രഥമ സ്ഥാനം നൽകി. CD ടവറിൽ ആസ്ഥാന പ്രബോധകനാക്കി. നിയമത്തുള്ള ഫാറൂഖിക്ക് ആസ്ഥാന സ്ഥാനം നൽകി. നല്ല പണ്ഡിതന്മാരെ മുഴുവനും പിടിച്ച് പുറത്തിട്ടു. പറയൂ, ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈ തിന്മകളെ അംഗീകരിച്ച് ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ സംഘടനക്കെതിരല്ല. അത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക, ഗൗരവമായിട്ട് മനസ്സിലാക്കുക, ഗൗരവമായിട്ട് പഠിക്കുക. ഈ തിന്മകളാണ്. നിങ്ങൾക്കറിയോ, യൂണിറ്റിൽ പോലും സ്ഥാനമില്ലാത്ത, മണ്ഡലത്തിൽ സ്ഥാനമില്ലാത്ത, ജില്ലയെ നെടുത്തറിഞ്ഞ പ്രൊഫസർ സ്റ്റേറ്റ് ലെവലിൽ നേതാവായി. യൂണിറ്റിലില്ലാത്ത, മണ്ഡലത്തിലില്ലാത്ത, ജില്ലയിലില്ലാത്ത ഡോക്ടർ സംഘടനയെ നയിക്കുന്ന ആളായി. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനത്ത് വരെ വന്നു. എന്ത് യോഗ്യതയായിരുന്നു അവർക്ക്? ഒന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ഉള്ളിൽ വർഷങ്ങളോളം ഒരു രക്ഷയില്ലാന്ന് തോന്നി. ഞങ്ങൾ പുറത്തേക്ക് വന്നതല്ല, ഞങ്ങൾ പുറത്താക്കിയതാ. ഞങ്ങളിത് വിട്ട് പുറത്തേക്ക് പോയതല്ല. ഇതിന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളോട് പറയും. കൂടെ നിർത്തിയാലല്ലേ നിൽക്കാൻ പറ്റൂ? ഒരുത്തന്നെ 2 വീലറിൽ കേട്ടാതെ കയറുമ്പോഴേക്കോ എടുത്തായിട്ട് പോയാൽ കുണ്ടിത്തി പോകൂലേ? അതേ ഉണ്ടായിട്ടുള്ളൂ. കയറാൻ സമ്മതിച്ചില്ല. KNM കയറാൻ സമ്മതിച്ചില്ല, ISM കയറാൻ സമ്മതിച്ചില്ല. പിന്നെ എന്ത് ചെയ്യും? പുറത്ത് നിർത്തി. ഖുത്ബ പോലും നടത്തരുത്. പിന്നെ എന്ത് ചെയ്യും? ആരാ അവിടെ കുഴപ്പം? ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇനിയോ സക്കരിയ പുറത്താക്കിയാൽ ധാർമ്മിക വശണ്ട്, പുറത്താക്കി കൊടുത്തു. ആരെ സന്തോഷിപ്പിച്ചു? മടവൂരികളെ. ഇനി മടവൂരിന്റെ അടുത്ത വാദം കേട്ടോളൂ. മടവൂരിയുടെ അടുത്ത വാദം കേട്ടോളീൻ. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? സഹോദരങ്ങളെ, അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ പിളർത്തിപ്പോയ പ്രസ്ഥാനത്തിൽ ഒരു പ്രബോധകനാ പറയുന്നു. ജിന്നിനോട് പ്രാർത്ഥിക്കാം ആര് പറഞ്ഞു? ചോദ്യം 1. എവിടെ പറഞ്ഞു? ചോദ്യം 2. ആരുടെ പ്രസംഗത്തിൽ, ആരുടെ ലേഖനത്തിൽ? അത് ഹാജരാക്കാൻ ഇന്ന് വരെ ഒരൊറ്റ മടവൂരിക്കും ഇന്ന് വരെ സാധിച്ചിട്ടില്ല. നുണയാണ്. നുണ പറയാൻ പാടുണ്ടോ? കുലിൽ ഹഖ വഇൻ കാന മുറ. കൈപ്പാണെങ്കിലും സത്യമേ പറയാവൂ. ഈ നുണ, അതായത് അലി മദനി പറയാ, മടവൂരിസത്തിൽ നിന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് തന്നെ KNM ഒരു നേതാവ് പറഞ്ഞാലോ? അലി പറയുന്ന അതേ വാദം ഉണ്ട്. മുജാഹിദുകളിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലല്ലാത്തോലോട് എന്ന് ഒരു നേതാവ് പറഞ്ഞാൽ ആ നുണ അംഗീകരിച്ച് അത് ശരിയാണെന്ന് പറഞ്ഞ് പാവപ്പെട്ട മുവഹിദുകളെ മുശ്രിക്കായി തള്ളി നരകത്തിലേക്ക് യാത്ര തിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഞെട്ടിപ്പോ. നിങ്ങൾ കേട്ടോളൂ. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? പാടില്ല. അവസാനിപ്പിക്കണം നമ്മളിവിടെ. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ ഇപ്പം നയിക്കുന്ന ഒരു നേതാവാണ്. ഇതിനെ ഹൈജാക്ക് ചെയ്യുന്നതിൽ നേതൃത്വം നൽകുന്ന ഒരാള്, ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരാള്. അദ്ദേഹം പറയാണ് അല്ലല്ലാത്തോലോട് പ്രാർത്ഥിക്കാം എന്ന ഒരു ചർച്ച ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായി. ഇനി എന്റെ ചോദ്യം, സത്യസന്ധരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതെവിടെയാ പറയുന്നത്? CD ടവറിൽ ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ സംഘടിപ്പിച്ച ജംഇയ്യത്തുൽ ഉലമയുടെ വിശദീകരണത്തിൽ ആധികാരിക ശബ്ദമാണ്. ഏത്? ഈ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച ഉണ്ടായി. എന്താ ചർച്ച? അല്ലല്ലാത്തവരോട് പ്രാർത്ഥിക്കാം. എന്റെ ചോദ്യം, എവിടെ വെച്ചാണ് ഈ ചർച്ച ഉണ്ടായത്? മദീനത്തുൽ ഉലൂമിലാണോ? ജാമിഅ നബവിയിലാണോ? CD ടവറിലാണോ? പഴയ മുജാഹിദ് സെന്ററിലാണോ? കടലുണ്ടിയിലാണോ?
പത്തപ്പിരത്താണോ, എടവണ്ണയിലാണോ, പാലക്കാട്ടാണോ, എറണാകുളത്താണോ, എവിടെയാണ്? 2, അല്ലല്ലാത്തോലോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ മുജാഹിദുകൾ ആര്? അവരുടെ പേരെന്ത്? വെളിവാക്കാമോ? എവിടെ വെച്ചാ ചർച്ച? നുണയല്ലേ, നുണയല്ലേ. നേതാവ് നുണ പറയാൻ പാടുണ്ടോ? നമുക്ക് പറയാൻ പാടുണ്ടോ? ഒരു ഖുർആനിക വചനം ഞാൻ ഇത്തരുണത്തിൽ നിങ്ങളെ ഓർക്കുകയാണ്. എന്താ അല്ല പറയാണ്? സംസാരിക്കുമ്പോൾ സംസാരത്തിൽ പോലും നീതി പാലിക്കുകയും സത്യസന്ധത പുലർത്തുകയുമാണ്. സത്യസന്ധത പുലർത്തണം. നുണയല്ലേ അത്? മുജാഹിദുകളിൽ ഒരാളെ, ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന, മലക്കിനോട് പ്രാർത്ഥിക്കുന്ന, അമ്പിയ ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്ന ഒരാളെ, അങ്ങനൊരു ചർച്ച ഉണ്ടായി. പുറത്തുനിന്ന് ഒരാളല്ല, ഉത്തരവാദിത്തപ്പെട്ട ബോഡിയിൽ. നുണയല്ലേ അത്? ആർക്ക് വേണ്ടി? മടവൂരികൾക്ക് വേണ്ടി, സമസ്തക്കാർക്ക് വേണ്ടി. അപ്പൊ ആരാ പ്രസ്ഥാനത്തെ തകർത്ത്? ആരാണ് കൂട്ടരെ? നിങ്ങൾ ആലോചിക്ക്. നുണയല്ലേ? രണ്ടാമതും അതേ പ്രസംഗത്തിൽ വീണ്ടും തെറ്റിപ്പോയതല്ല, വാക്ക് മാറിപ്പോയതല്ല, അയാൾ വീണ്ടും പറയുന്നത് നിങ്ങൾ കേൾക്കൂ. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ? എഴുതുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും. സഹോദരങ്ങളെ, ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്നാണല്ലോ. നൗദുബില്ല. ഏതല്ലാഹുവില്? പച്ച നുണ പറയേണ്ട ഒരു നൗദുബില്ലാന്നോ? അല്ലല്ലാത്തോലോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗവും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു വിഭാഗം ഇതിലുണ്ടായി. ഞാനൊരു ഖുർആനിക വചനം വീണ്ടും ഓർമ്മപ്പെടുത്തട്ടെ. പ്രവാചക വചനം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു ഖുർആനിക വചനം നേരത്തെ പറഞ്ഞേ. അതെന്താ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ. ഈ ആയത്തിന് അർത്ഥം എന്താ? സത്യം പറയണമെന്നാ? സത്യം പറഞ്ഞ് ജീവിക്കണമെന്നാ? അല്ല. സത്യം പറയണം, സത്യം പറഞ്ഞ് ജീവിക്കണം പോരാ, സത്യം പറയുന്നവരോടൊപ്പം ചേരണം. നുണ പറയുന്നവരോടൊപ്പമല്ല, സത്യം പറയുന്നവരോടൊപ്പം ചേരണം. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അതിന് കഴിയുമോ? സത്യം പറയുന്നവരോടൊപ്പം ചേരൽ തഖ്വയാണ്, നുണ പറയുന്നവരോടൊപ്പം ചേരൽ തഖ്വക്ക് വിരുദ്ധമാണ്. അതാ അല്ലാഹു പറഞ്ഞു, സത്യം പറയുന്നവരോടൊപ്പം നിൽക്കാൻ. നിങ്ങൾ ആലോചിക്കണം. തീർന്നില്ല. വളരെ വൈകാരികമായി വീണ്ടും ഇതേ മനുഷ്യൻ ഒരു പച്ച നുണ വ്യാപകമായി തലശ്ശേരിയിൽ വളരെ വൈകാരികമായി ഈ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. എന്തിനീ നുണ, എന്തിനീ വിരോധം, എന്തിനീ ആരോപണം? അതുവഴി ഈ പ്രസ്ഥാനത്തെ എന്തിന് ആളുകൾക്ക് കൊത്തിവലിക്കാൻ അവർ അവസരം നൽകി? മരിച്ചുപോയ മഹാരഥന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നദുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? ആലോചിച്ചു നോക്ക്. 6 മാസം പഠിക്ക് പുറത്തിരുത്തി റമദാന്റെ ക്ലാസ് പോലെ എടുക്കാൻ സമ്മതിച്ചാലും ചോദിച്ചോട് വിശ്രമിച്ചൂടെ? ഇനി ആ പറഞ്ഞ വാദം നോക്ക്. ആരോരും സഹായിക്കാനില്ലാത്ത ഒരു വിജനതയിൽ, ഒരു മരുഭൂമിയിൽ ജിന്നിനോട് സഹായം തേടൽ അനുവദനീയമാണ് എന്നതിന് ന്യായീകരണം കണ്ടെത്തുന്നു ആര്? ബഹുമാന്യരെ, ഞങ്ങൾ സ്നേഹിച്ചിരുന്ന നേതാവേ, ആരാണത് പറഞ്ഞത്? എത്ര കാലമായി ചോദിക്കുന്നു, ആരാത്? ജിന്നിനോട് തേടാം ജീവിതത്തിന്റെ നിമിഷങ്ങളിലെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല.
ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജിന്നിനോട് തേടാം എന്നാരും പറഞ്ഞിട്ടില്ല. നമ്മൾ ആലോചിക്കണം. നുണ പറയുകയാണ്, അതിന് ന്യായീകരണം കണ്ടെത്തുകയാണ്. നാം ഇതറിയേണ്ടതുണ്ട്. ഇനിയോ ഈ വിഷയകമായവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അതിനുള്ള ഖണ്ഡനം നടത്തും. നിങ്ങൾ കേട്ടോളൂ. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞതിന് ശേഷം തുഹ്ഫത്തുൽ ദാക്കിരീൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുൽ ദാക്കിരീനിൽ ഷൗക്കാനി പറഞ്ഞതും ഇത് തന്നെയാണ്. ഷൗക്കാനി എന്താ പറഞ്ഞത്? അനുവദനീയാണ്. ഇപ്പൊ നമ്മളെ പറ്റിയുള്ള വലിയ പരാതി, ഷൗക്കാനി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ, ഇമാം നവവി മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. ചിലരൊക്കെ പറയണത് കേട്ടാൽ വ്യക്തികളോടുള്ള വിരോധവും അന്ധമായ പക്ഷപാതിത്വവും എങ്ങനെയാണ് ആളുകളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. സഹോദരങ്ങളെ, അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് തേടാം എന്ന് തന്നെയാണ് വാദമുള്ളത് എന്ന് പറഞ്ഞ മനുഷ്യൻ. അടുത്ത കേട്ടോളി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. സഹോദരങ്ങളെ, ഇത് തിരുവനന്തപുരത്ത് വെച്ച് ഏത് ഘട്ടത്തിലും ജിന്നിനോട് തേടാമെന്ന വാദം ആർക്കില്ല? ജബ്ബാർ മൗലവിക്കില്ല, സ്വലാഹിക്കില്ല. തലശ്ശേരിയിലും കണ്ണൂരിലും കാസർഗോഡും മഞ്ചേരിയിലും കോട്ടക്കലും ഒക്കെ എന്താ പറഞ്ഞതെന്നറിയോ? അതോട് കേൾക്കണം. കോട്ടക്കലിലെ ഇവർക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു വലിയ ലീഡറുണ്ട്. ഈ സംഘടനയെ നശിപ്പിച്ചിട്ടേ എന്നെ മരിപ്പിക്കാവെന്ന് ചിലപ്പം ദ്വേർക്കണ വ്യക്തി. മനസ്സിലായോ? അയാൾ പറയുന്നത് കോട്ടക്കല് ഒരു ഖുർആനി വചനം ഉദ്ധരിച്ചു കളഞ്ഞു. അദ്ദേഹം ഞെട്ടിപ്പോയി. അതിനുശേഷം 20 മിനിറ്റ് ബൈലക്സ് കയറി. ഇനി കയറാതിരുന്നാൽ എൻ്റെ റബ്ബ് എന്നെ വിടൂലാന്ന് എനിക്ക് ബോധ്യമായപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ദാഹു അബദാ ഹത്താ തുക്മിനു ബില്ലാഹി വഹദാ. സക്കരിയ, എനിക്ക് നിന്നോട് വിരോധമില്ല. ഇബ്രാഹിം നബി ബാപ്പാനോട് പറഞ്ഞ പോലെ എന്ന് നീ മുക്മിനാകുന്നോ അന്ന് എനിക്ക് നിന്നോടുള്ള ശത്രുത തീർന്നു. ഇബ്രാഹിം നബി ആസറിനോട് പറഞ്ഞ ആയത്ത് കോട്ടക്കലിൽ ഉദ്ധരിച്ചു. പ്രിയപ്പെട്ടവരെ, എന്ന് പറഞ്ഞ എന്താ? ബിംബാരാധന ആയിരുന്നു ആസറിന്റെ പണി. ശിർക്കാണ്, പ്രകടമായ ശിർക്കിലാണ് സക്കരിയ. അതുകൊണ്ടാ വിരോധം. നീ മുക്മിനായാൽ എനിക്കത് തീർന്നു. സഹിക്കോ? ഏറ്റവും തമാശ തോന്നിയൊരു രംഗമുണ്ട് എനിക്ക്. എന്തറിയോ? മമ്പറം തിറകെ പോയി ശിർക്ക് ചെയ്ത ഏതോ മനുഷ്യനാവട്ടെ, അത് ശിർക്കാന്ന് പറയാൻ ഞാൻ അവസരം എടുത്തു. അത് ശിർക്കല്ല എന്ന് ആർക്കും അഭിപ്രായമില്ല. ശിർക്ക് ചെയ്ത ഒരു വലിയ മനുഷ്യൻ ചെയ്താലും ചെറിയ മനുഷ്യൻ ചെയ്താലും ശിർക്ക. വലിയ മനുഷ്യൻ ചെയ്താലും വലിയ സ്ഥാനത്തുള്ളവർ ചെയ്താലും ശിർക്ക. അത് ചൂണ്ടിക്കാണിച്ചപ്പോ എനിക്ക് ഒരബദ്ധം പറ്റി. ശിർക്ക് ചെയ്ത ആളെ പറ്റി മുശ്രിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പിടിച്ച് പുറത്തിട്ട് പക്കാ മുവഹിദിനെ മുശ്രിക്കാക്കി ചാമ്പി കളഞ്ഞ് എന്നിട്ടോ അകത്ത് ഉറപ്പിച്ച് നിർത്തി. ഇതിന്റെ നീതിബോധമാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ മതം എന്താ? അതിന്റെ മതം ആലോചിക്കണം. ഇനിയോ ഈ പരാമർശങ്ങൾ ഒന്നുകൂടി ആ മിക്സിയിൽ നിങ്ങളൊന്ന് കേട്ടോളൂ. സക്കരിയ സലാഹിക്ക് അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം
എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. സക്കരിയ സലാഹിക്ക് ജിൻ അല്ലെങ്കിൽ അബ്ദുൽ ജബ്ബാർ മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. തേടാന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിട്ടുണ്ടോ? തേടാന്ന് വാദം ഉണ്ടോ എന്നാണ്. ശരിക്ക് തേടാന്ന് തന്നെയാ വാദം. എങ്ങനെയുണ്ട്? നമ്മളിതിനെ എന്താ വിളിക്കണ്ട്? ഓന്ത് നിറമാറുന്ന പോലെ ഓരോ ജില്ല കിടക്കുമ്പോൾ ഒന്ന് തൗഹീദ്, അത് അടുത്ത ജില്ലയിൽ കയറുമ്പോൾ ശിർക്ക്, അതിൻ്റെ അടുത്ത മണ്ഡലത്തിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുട്ടികൾ ഉണ്ടാവുമ്പോൾ പിന്നെ കുഫർ. എന്താ ഇത്? കാലത്തിനും സമീപത്തിനും സാഹചര്യത്തിനുമൊത്ത് എന്താ ഇത്? സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്കറിയണം, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം. ഇനിയോ SLRC QHLS ബദലായി അതിനെ നശിപ്പിക്കാൻ ഇപ്പോൾ വീണ്ടും സജീവമായി സജ്ജീകരിച്ച് എല്ലാ ചില കോക്കസിന്റെ താശയോടെ ഒരു ഡയറക്ടർ ഉണ്ട്. അയാൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. ലോകത്ത് ഇനി ആരോടും ദ്വാരക്കാൻ പാടില്ല, സഹായം തേടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ അയ്നൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്ക് എന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ളാഹ് കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ളാഹ് കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് ചേർക്കാൻ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. എന്ന് വേണ്ടി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണെന്ന് ജിന്നിനോട് വൈദ്യ സ്ഥലത്തും ധാർക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അങ്ങനെ ചെയ്യാണ്. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതപ്പോഴത്തെ കാലം അതുള്ളതാ, അതുകൊണ്ടല്ല മൂപ്പര് കിട്ടിയേ. ഏയ്, ജിന്നിനോട് ദ്വേരക്കാം ആര് പറഞ്ഞു? പിന്നെ മൂപ്പര് അതാ ചോദ്യോ. ജിന്നിനോട് ആര് പറഞ്ഞു? ദ്വേര ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ആരാ പറഞ്ഞത്? ജിന്നിനോട് ദ്വേരക്കാമെന്ന് മുജാഹിദുകൾ പറയുന്നുണ്ടോ? ഓൻ അള്ളയായിട്ട് തീരെ അടുത്തിട്ടില്ല. അപ്പൊ നുണ പറയാൻ. എന്റെ ചോദ്യം, ഞാൻ നിങ്ങൾക്ക് ഇപ്പോ 5 or 6 ക്ലിപ്പിങ്ങൾ ഈ വിഷയത്തിൽ മാത്രം കേൾപ്പിച്ചു, തമ്മിലുള്ള വൈരുദ്ധ്യം കേൾപ്പിച്ചു. എന്നിട്ടും നിങ്ങൾക്ക് നേരം എടുക്കില്ല. എന്നിട്ടും നിങ്ങൾ അവർക്ക് വേണ്ടി വാദിക്കേ. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മരണത്തിന് ശേഷമുള്ള ജീവിതം അല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ദുനിയാവാ വേണ്ടത്, സ്ഥാനാ വേണ്ടത്, ദുനിയാവിലെ ജീവിത വേണ്ടത്, കക്ഷിത്വമാണ് വേണ്ടത്. അല്ല നിങ്ങൾ പറയൂ, ഞാൻ പറയാം. ഇവിടെ സമസ്തക്കാരല്ലാത്ത ഒരുപാട് ആളോട് ഇനി ഇതില് എപ്പോഴും അല്ല സത്യത്തിന്റെ കൂടെയാണ്, അല്ലേ? വലിയൊരു വിപ്ലവം ഇനി ഇവിടെ നടക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഞങ്ങളുടെ തൗഹീദ് ഉമർ മൗലവിയുടെ തൗഹീദാണ്. ഞങ്ങൾക്ക് ഉമർ മൗലവിയാണ് തൗഹീദ് പഠിപ്പിച്ചത്. അതിൽ യാ ഇബാദല്ലാഹ് ഇല്ല, ആ തൗഹീദിൽ അതില്ല എന്നൊക്കെ പറഞ്ഞവർ. എന്നിട്ടൊരു വലിയ കൊമ്പൻ ഒറ്റ ചോദ്യം, കേരളത്തിൽ ജബ്ബാർ മൗലവിയും സക്കരിയ അല്ലാതെ ഇതിനു മുമ്പ് ആരെങ്കിലും തലയെടുപ്പുള്ള ഒരു പണ്ഡിതൻ യാ ഇബാദല്ലാഹിൽ ശിർക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി കേട്ടോളീൻ, കാത് കൂർപ്പിച്ച്. ഇത് സെൽസബീലാണ്. ആരുടെ സെൽസബീൽ? ഈ സെൽസബീലല്ല. ഇപ്പൊ ദുബായിലെ ചില സെലഫി പ്രവർത്തകർ ഇറക്കുന്ന ഈ സെൽസബീലല്ല. 1971 ഓഗസ്റ്റ് ലക്കം 3 പുസ്തകം 1 41 കൊല്ലം മുമ്പ്. സക്കരിയ സുലൈ എന്ന് ജനിച്ചിട്ടുണ്ടാവില്ല, ഞാനൊന്നും എന്തായാലും ഇല്ല. 1971 നമുക്കിവിടെ ഏറ്റവും പ്രധാനം എന്താ അറിയോ? ഉമർ മൗലവിയെ കുറിച്ച് നിങ്ങളുടെ വിധി എന്താ? ഞങ്ങൾക്കറിയണം. അള്ളാന്റെ ഓരോ കളി നോക്കണം, അല്ലേ?
വല്ലാഹു ഖൈറുൽ മാകിരീൻ. അല്ലാഹു എത്ര വലിയ തന്ത്രശാലിയ. ഈ ടീമിന്റെ സകല ജഹാലത്തും വെളിവാകുന്നവരെ സെൽസബിയിൽ ഇങ്ങനെ ഒരുവരുള്ള മനുഷ്യൻ അറിയിച്ചില്ല അല്ലാഹ്. ഇവരെ ജാഹിലിയത്ത് മുഴുവൻ ബോധ്യപ്പെട്ട് ഇവരിലെ നിഫാഖും ഇവരിലെ കുഫറും സത്യസന്ധതയില്ലായ്മയും ലോകത്തെ ബോധ്യപ്പെടുത്തി ഖബീസും തൊയ്യിബും കൃത്യമായിട്ട് ഇങ്ങോട്ട് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞു, നാ പിടിച്ചൊട്ടും സെൽസബിയില് ഉമർ മൗലവിന്റെ തൗഹീദോ. ആ തൗഹീദ് എന്താ? ആ തൗഹീദിന് കോട്ടം വന്നിട്ടില്ല. ഉമർ മൗലവിന്റെ കുട്ടികൾ നിങ്ങളല്ല, മൂവരല്ല, അത് ഇവരാണ്. കേട്ടോളി, സെൽസബിയിൽ നിന്ന് ഓരോ അക്ഷരവും കേട്ടോളി കേട്ടോ, വായിച്ചോളി, നെടുവീർപ്പിട്ടോളി. ചിലരൊന്നും ഫോണിന് എടുക്കണില്ല. ഉമർ മൗലവിന്റെ തൗഹീദാന്ന് തന്നെ ചില പ്രാസംഗികര് 2 ദിവസമായിട്ട് ഫോണിന് എടുക്കില്ല എന്നാ പറയുന്ന ആളുകൾ വിളിച്ചവര്. ആലോചിക്കണം, കിട്ടണില്ല. അഥവാ കിട്ടിയാൽ ഇച്ചിരി തിരക്കില്ല, പിന്നെ വിളിക്കുകയും. ഏയ് ആലോചിക്കണം. ഇനി എന്താ ഇതില് സെൽസബിയില്? അത് ആദ്യത്തിൽ കേട്ടോളിട്ടോ. നമ്മുടെ വിവാദങ്ങളിൽ 41 കൊല്ലം മുമ്പുള്ള സംഭവമാണ്. സെൽസബിയിൽ പത്രാധിപർക്ക്, മാന്യരെ അസ്സലാമു അലൈക്കും. ഈ അസ്സലാമു അലൈക്കും പറഞ്ഞ ആളാരെന്നറിയോ? NV അബ്ദുസ്സലാം മൗലവി. ഖുർആനിന്റെ പഠനത്തിന് തുടക്കം കുറിച്ച മഹാപണ്ഡിത കേസ്. ഞാൻ പറയാൻ സെൽസബീലിന്റെ 2-ാം ലക്കം വായിച്ചു, വളരെ സന്തോഷിക്കുന്നു. ഡോക്ടർ M ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വളരെ സന്ദർഭോചിതവും പഠനാർഹവുമായിട്ടുണ്ട്. സന്ദർഭോചിതം, പഠനാർഹം. എന്തേ വിഷയോ? എന്താ വിഷയം? കേട്ടാ ഞെട്ടുന്ന വിഷയം എന്ന് ചില ആളുകൾക്ക്. പിശാചിന്റെ പ്രവർത്തനത്തിന് കളമൊരുക്കുന്ന പണ്ഡിതന്മാരെ പറ്റിയുള്ള മുന്നറിയിപ്പ് വളരെ ഉപകാരപ്രദമായി. അന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് സെൽസബിയിൽ ലേഖനം എഴുതുന്ന കാല മുഖ്യശത്രു ഇബിലീസ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് കേട്ടോളിട്ടോ. അതിൽ ഒരു പാരഗ്രാഫ് എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കണം. NV അബ്ദുസ്സലാം മൗലവി. അതായിരുന്നു പണ്ഡിതധർമ്മം. എന്നെപ്പറ്റി മറ്റുള്ളവരെന്ത് പറയും എന്ന വിചാരം പലരെയും സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് തടയാറുണ്ട്. ഓരെന്ത് വിചാരിക്കൂ, എന്നെ വളരെ കാലം ഒരുപാട് സ്നേഹിച്ച ആളുകളല്ലേ, ഓരൊക്കെ എനിക്ക് വലിയ സദസ്വരിക്ക് തന്നല്ലേ എന്നൊക്കെ ആളുകൾ വിചാരിക്കുക. അത് ഉമർ മൗലവിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഉമർ മൗലവിനെ സ്വീകരിച്ച ചിലർക്കുമില്ല. മനസ്സിലായോ? കേട്ടോളി, എന്നെപ്പറ്റി മറ്റുള്ളവർ എന്ത് പറയും എന്ന വിചാരം പലരെയും സത്യം തുറന്നു പറയുന്നതിൽ നിന്ന് തടയാറുണ്ട്. എന്നാൽ സെൽസബീൽ മുഖേന ഉമർ മൗലവിയും ഡോക്ടറും ഉസ്മാൻ സാഹിബും പരിഷ്കാര ബ്രഹ്മക്കാരെ, ആധുനിക പുത്തൻ കൂറ്റുകാർ, തങ്ങളെപ്പറ്റി സമുദായ മധ്യേ പ്രചരിക്കുവാനിടയുള്ള പഴഞ്ചന്മാർ അല്ലെ, അന്ധവിശ്വാസികൾ, 50 കൊല്ലം പറകോട്ട് വലിച്ചവർ എന്നൊക്കെയല്ലേ, നോക്കാതെ സത്യം തുറന്ന് പ്രസ്താവിക്കുന്നതിൽ സന്തോഷമുണ്ട്. സ്നേഹിതന്മാരുടെ കളിയാക്കൽ വകവെക്കാതെ ജീവിക്കുവാൻ കഴിയുന്നത് ഒരു വമ്പിച്ച നേട്ടാണ്. ജിന്നീസീറിനെ പറ്റി പറഞ്ഞിട്ടാ. അപ്പോ ജിന്നൂരികൾ എന്ന് വിളിച്ചാലോ? അതുകൊണ്ട് അവിടെയില്ല ഇവിടെയില്ല, 2 തൂണിയിൽ കാല് വിട്ടു കേട്ടോ, കാലട് വിട്ടു, അന്തസൈഡ് പ്രഖ്യാപിച്ചാളേ. ഇത് വായിച്ചിട്ടും നാളെ യായി ബാദലിൽ ശിർക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ അള്ളാഹ് നിങ്ങളെ വിടൂല. ധൈര്യമായിട്ട് പ്രഖ്യാപിക്കുക. സമ്മേളനത്തിൽ ചിലപ്പോൾ സമ്മേളനത്തിന്റെ നല്ല പ്രസംഗവേദിയൊക്കെ നഷ്ടപ്പെടും. ആയിക്കോട്ടെ, അതൊന്നും കണ്ടിട്ടല്ലേ നമ്മുടെ ഒരു മുജാഹിദായത്. ഇനി കേട്ടോളി, അതിന് ഉമർ മൗലവിന്റെ ഒരു ചെറിയ പ്രതികരണം. മൗലവി സാഹിബിന്റെ പ്രോത്സാഹനജനകമായ സന്ദേശത്തിന് നന്ദി പറയുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബും ഞാനും, അഥവാ ഉമർ മൗലവി, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട പരമാർത്ഥം വെട്ടിത്തുറന്ന് പറയുന്നതിനെ ധൈര്യം പ്രകടിപ്പിച്ചതിൽ മൗലവി സാഹിബ് ആനന്ദം കൊള്ളുന്നത് പോലെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ മൗലവി സാഹിബിന് ധൈര്യമുണ്ടായതിൽ അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ചിലർ സ്വകാര്യമായിട്ട് പറയൂ, ആ കുട്ടികൾ പറയും നോക്കട്ടെ, ശരി, പക്ഷെ ഞാൻ പറയൂല, ഞാൻ മിണ്ടൂല. ഓരെന്ത് വിചാരിക്കൂ? മൗലവിന്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങോട്ട് അഭിനന്ദിച്ചപ്പോ ഞങ്ങൾ ധൈര്യം കാണിച്ചതിനും സത്യത്തിൽ ഉറച്ചുന്നതിനും അഭിനന്ദിച്ച നിങ്ങളുടെ ധൈര്യത്തിന് നിങ്ങൾക്കും നന്ദി. എന്താണ് ആ മഹാന്റെ പ്രത്യേകത? ഇനി കേട്ടോളി, വിഷയം കേട്ടോളിട്ടോ, ഞെട്ടരുതേ, കേട്ടോളി. ഇവിടെ ചോദ്യോത്തര സെഷൻ ആട്ടോ. ഇതിലെ പയ്യോളി പ്രധാനപ്പെട്ട ഒരു സുന്നി മുസ്ലിയാർക്ക് കൊടുത്ത ചോദ്യത്തിന് അദ്ദേഹം തന്ന മറുപടി താഴെ കൊടുക്കുന്നു. അതിനെപ്പറ്റി സെൽസബീലിന്റെ അഭിപ്രായം എന്താണ്? സെൽസബീലിന്റെ അഭിപ്രായം, അഥവാ സെൽസബീലിന് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാകുമോ? കായക്കൊടിക്കാരൻ പറഞ്ഞ പോലെ
കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ബുക്ക് ഇറക്കുവോ? പിടിച്ചോ, നന്നായിട്ട് പിടിച്ചോ. കേൾക്കുന്നുണ്ടെങ്കിൽ സെൽസബീൽ തന്നെ സ്വയം ഒരു പുസ്തകം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ സെൽസബീൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുർമുലി പറഞ്ഞു. ലേഖകന്മാരുണ്ടാവും അല്ലേ? ഇനി കേട്ടോളി, ചോദ്യം എന്താ? മൊയ്തീശയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ആണെങ്കിൽ അത് ഖുർആന്റെയും സഹിഹായ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തെളിയിക്കാമോ? എന്നിട്ട് മൊയ്ലിയാർ എഴുതി കൊടുക്കാൻ. മൊയ്ലിയാരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട് ശരിക്കും ശ്രദ്ധിക്കണേ. മൊയ്ലിയാരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട്? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനം അയാള് യാ ഇബാദല്ലാഹി ഈനുനി എന്നുള്ള ഹദീസ് ചർച്ച ചെയ്യാ. എപ്പോ? 41 കൊല്ലം മുമ്പ്. ഇന്നലെയല്ല. കുറച്ച് സലായിമാരുണ്ട്, കുട്ടി മൗലവിമാരുണ്ട്. അല്ല, ഉമർ മലിക്ക് ഇയ്യാക്കനായബുദ് അറിഞ്ഞൂടായിരുന്നോ? ഇപ്പൊ ഒരു ഇയ്യാക്കനായബുദ് പഠിച്ചിരിക്കുന്നു. ഹേയ്, ഇപ്പൊ ഒരു ഇയ്യാക്കനായബുദ് ഇന്റതും 10-60 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായിട്ട് ഇപ്പഴാ ഇയ്യാക്കനായബുദ്ധിയിലെത്തിയേ. ഇപ്പഴാ ഇതൊന്നും പഠിക്കാതെയാണോ മൊയ്ലിയാരും സംഘവും തൗഹീദി പ്രസ്ഥാനത്തിൽ ദൈവത്തെടിച്ച് ഇപ്പൊ ഞങ്ങൾക്ക് ഇയ്യാക്കനായബുദ് പഠിപ്പിച്ചെന്നേ. അപ്പം മുമ്പോ എന്തിനൊക്കെ നിങ്ങൾ മറുപടി പറയണോ? തീർന്നില്ല. കേട്ടോളിട്ടോ, മൊയ്ലിയാരുടെ വിശദീകരണവും അതിനുള്ള മറുപടി എഴുതിയ ആളാരാ? എഴുതിയത് ഉമർ മൗലവി അല്ല കേട്ടോ. ഉമർ മൗലവി എഴുതിക്കുകയാണ്. എന്നിട്ട് ഉമർ മൗലവി പറയാൻ അതെന്റെ വാദമാകുന്നു, അതെന്റെ വാദമാകുന്നു. കേട്ടോളിയും, എന്തിനാ മറ്റൊരാളെ കൊണ്ട് എഴുതിച്ച്? അതും ഇതിൽ തന്നെ ഉണ്ട്. കേട്ടോളിയും, പഠിച്ചോളൂ. ഒരു പഴുതും നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല. ഒരു പഴുതും. ഒറ്റ വഴിയേ ഞങ്ങൾക്കുള്ളൂ, ഒരേ ഒരു വഴി. ഞങ്ങൾക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി, ദുനിയാവിനോട് എന്തോ ഒരു ഹുബ്ബാട് തോന്നിപ്പോയി, പുറത്ത് തന്നൂടിയോ, അല്ലാ മാപ്പാക്കിയോടിയോ ഇനി ഞങ്ങൾ ദൈവത്ത് കുറെ കാലം നടത്തില്ല എന്ന് പറയാ. ഒറ്റ വഴി, വേറെ വഴിയൊന്നുമില്ല. തരികിട. പിന്നെ സ്വന്തം ക്ലിപ്പിങ് തലയും പാലും മുറിക്കുന്ന പല മൊയ്ലിയന്മാരും ലോകത്തുണ്ടാവും. അത് നമ്മൾ പരിഗണിച്ചില്ല. മൂപ്പരെ ഇനി ദുനിയാവിലെ ഏറ്റവും വലിയ സത്യം നെഞ്ഞത്തടിച്ച് പറഞ്ഞാൽ പോലും ഒറ്റ കുട്ടി വിശ്വസിക്കോ? കേട്ടോളിട്ടോ, ഇനി സുന്നി മുസ്ലിയാർ പറയുന്നു, ഉമർ മൗലവി അല്ല. ഈ ദുർബല ഹദീസ് വാറോല എന്തിനിങ്ങൾ ചർച്ച കൊണ്ട് ആര് ചർച്ച കൊണ്ടുവന്നു? ഒരു മുജാഹിദും നാളിതുവരെ സ്വന്തമായിട്ട് ചർച്ച ചെയ്തില്ല. മുസ്ലിയാർ ചർച്ച ചെയ്തു. അപ്പൊ ചർച്ച ചെയ്തപ്പോ അതിന് മറുപടി കൊടുക്കും. ആര്? അള്ളാനെ പേടിക്കുന്ന തൗഹീദിനെ സ്നേഹിക്കുക. അല്ലാത്തവരും ഉണ്ടാണ്ടിക്കൂ. ഓൻ ശിർക്കാൽ മണ്ണില്ല, മുശിരിക്കാൽ മണ്ണില്ല, ഓ എന്ത് ചെയ്താലും വേണം, നമുക്ക് കുഴപ്പമില്ല ഇരിക്കുന്നത്. ഞങ്ങൾ ആ കൂട്ടത്തിൽ പെട്ടല്ല കേട്ടോ. സുന്നി മുസ്ലിയാർ പറയുന്നു, ഇബ്നു സുന്നിയും തബറാനിയും. ഓ, എനിക്കൊരു അപേക്ഷ ഉണ്ട്. ഈ വിഷയത്തിൽ കേരളത്തിൽ അള്ളാനെ പേടിക്കുന്നവർ ഇതോടുകൂടി ഈ പ്രശ്നത്തിൽ നിന്ന് പശ്ചാത്തലത്തിൽ വെച്ച് മടങ്ങി സമ്മേളനത്തിൽ എല്ലാവരും ഒന്നിച്ച് മുന്നേറേണ്ട കെട്ടാതെ ഇതൊരൊറ്റൊന്ന് വായിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ ഹക്കും ബാത്തിലും വേർതിരിക്കുക. ഉമർ മൗലവി പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച വിദ്വാന്മാരുണ്ട്. ഇൻഷാ അല്ലാഹ് നിശ്ചയിച്ച് നമുക്ക് ക്ലിപ്പിംഗ് ഇടാം കേട്ടോ. കേട്ടോളി, ഇബ്നു സുന്നിയും തബറാനിയും നിവേദനം ചെയ്തൊരു ഹദീസിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആളില്ലാത്ത വല്ല സ്ഥലത്തും പെട്ട് വല്ല സാധനവും നഷ്ടപ്പെട്ടു പോവുകയോ സഹായം ആവശ്യമായി വരികയോ ചെയ്താൽ, ഓ യാ ഇബാദല്ലാഹ് അഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്ന് പറയണം. നിങ്ങൾ കാണാത്ത ചില അടിമകൾ അല്ലാഹുവിനുണ്ട്. ഇബാദുൻ ലാ നറാഹുൻ. 41 കൊല്ലം മുമ്പാണ് ഓർക്കണം. ഈ ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതിന് ഗണ്ഡനം കേട്ടോളി, ഗണ്ഡനം കേട്ടോളി. ഇതായത് ഗണ്ഡനത്തിന്റെ ആദ്യ വാചകം ആദ്യം കേട്ടോളി. മുജാഹിദുകളിൽ ആരാണ് സൂക്ഷ്മത പോലെ? 41 കൊല്ലം മുമ്പ് ഉമർ മൗലവി സൂക്ഷിച്ച സൂക്ഷ്മത മദീനത്തുൽ ഉലൂമിൽ പഠിക്കുകയും നമ്മുടെ പ്രഗത്ഭനായ നേതൃത്വത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതനാഥേര് ആള് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ഇന്നലെ ഇന്നും ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്ന് കേൾക്കുന്നു. ആള് ജീവിച്ചിരിപ്പുണ്ട്, ഫോൺ എടുക്കുന്നില്ല. എടുത്താൽ തന്നെ ഇന്ന് രാവിലെ വിളിച്ചു, സൗദിന്ന് വിളിച്ച പറഞ്ഞ മോനെ ഞാൻ തിരക്കില്ല, പിന്നെ വിളിച്ചിട്ടെടുത്തില്ല. ആലോചിക്കണം എന്താ അത്? ഈ ഹദീസ് ഇതല്ലാത്തൊരു വാചകം സക്കരിയ സുലൈമാൻ മണ്ണാർക്കാട് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നമ്മുടെ കൂട്ടത്തിൽ പെട്ട ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേട്ടോളി, ഞെട്ടിപ്പിക്കുന്ന വാർത്ത. സൽസബീൽ 41 കൊല്ലം മുമ്പ് കേട്ടോ. ഈ ഹദീസ് ബലഹീനമാണെന്നതിൽ തർക്കമില്ല. നമ്മുടെ ആദ്യത്തെ വാചകാട്ടം നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും പറയണേ. 2, കാരണം ഇതിന്റെ പരമ്പരയിൽ സെയ്ദ് ബിൻ അലി എന്നാൽ ഉത്ബയെ കണ്ടിട്ടില്ല. അതിനാൽ സനദ് ഇടമുറിഞ്ഞത് നിമിത്തം തള്ളപ്പെട്ടിരിക്കുന്നു. മജ്മു സവായിദ്. തീർന്നില്ല. അടുത്ത വാചകം സക്കരിയ സുലായി പറഞ്ഞ അതേ വാചകം
ജബ്ബാർ മൗലവി പറഞ്ഞ അതേ വാചകം, അബ്ദുൽ ജബ്ബാർ മദീനി പറഞ്ഞ അതേ വാചകം. മദീനയിൽ ജനിച്ച് മദീനയിൽ വളർന്ന് ലോകപ്രസിദ്ധരുടെ കൂട്ടത്തിലാണ് യാസിർ ബിൻ ഹംസ. അറിയോ, ഈ നാട്ടിൽ കുറഞ്ഞ ലീവിന് വന്നപ്പോ നിങ്ങൾ ജയിലടക്കാൻ നോക്കിയാണ്, നിങ്ങൾ ജയിലിൽ പിടിച്ചിടാൻ തീവ്രവാദി എന്ന് പറഞ്ഞിട്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. 10 ഖിറാഅത്ത് ലോകത്ത്, വിശുദ്ധ ഖുർആന്റെ 10 ഖിറാഅത്ത് അതറിയാവുന്നവർ ലോകത്തിൽ അപൂർവ. അതിൽ അപൂർവ ഒരു വ്യക്തിയും പണ്ഡിതനുമാണ് യാസിർ ബിൻ ഹംസ. അതിന്റെ പേരിൽ പണ്ഡിത ലോകം അംഗീകരിച്ച മനുഷ്യൻ, മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ, പ്രായം കൊണ്ട് മഹാജ്ഞാനി. ആ മനുഷ്യനെ ജയിലിൽ പിടിപ്പിക്കാൻ നോക്കി പ്രിയപ്പെട്ടവരെ. ഇവര് വയനാട്ടിൽ പോയി നോക്കി നിങ്ങള്, തീവ്രവാദിയാന്നും പറഞ്ഞിട്ട്. അദ്ദേഹം കരഞ്ഞു. നിങ്ങൾ ഓർക്കണം, ഞാനിവിടെ വളരെ പ്രധാനമായ ഭാഗമായതുകൊണ്ട് അത് വിശദീകരിക്കില്ല. അവരൊക്കെ പറഞ്ഞ പോലെ ആര് പറഞ്ഞു? 41 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ മദനി പറഞ്ഞു. ഇതൊരു മദനിയാട്ടോ ലേഖനം എഴുതുന്നത്, ഉമർ മൗലവി എഴുതിപ്പിച്ച. എന്തിന്? അവിടേക്ക് വന്നോളൂ, ആകാംക്ഷയോട് ഒരു കാത്തിരുന്നോളൂ, അടുത്ത വാചകം കേട്ടോളിട്ടോ. ഇനി ഇതിന്റെ പേരിലല്ലേ ക്രൂശിച്ചത്, ഇതിന്റെ പേരിലല്ലേ വെളിയിലിട്ടത്, ഇതിന്റെ പേരിലല്ലേ ഭീഷണിപ്പെടുത്തുന്നത്? കേട്ടോ, ഇനി ഹദീസ് സഹിയാണെന്ന് വെറുതെ സങ്കൽപ്പിച്ചാൽ തന്നെയും വാദവിഷയവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സുബ്ഹാനല്ലാഹ്. ഓർക്കിൻ, ഇതല്ലാത്തൊരു വാദം മുജാഹിദുകൾക്കുണ്ടോ? നമുക്കുണ്ടോ? 41 കൊല്ലങ്ങൾക്ക് തീർന്നില്ല. തർക്കത്തിലിരിക്കുന്ന വിഷയമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ല. കേട്ടോളീൻ, വാദം വൈരീശയെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് അനുവദനീയമാണോ എന്നാണല്ലോ. അല്ലാഹുവിന്റെ അടിമകളെ സഹായിക്കണേ എന്നാണല്ലോ ഹദീസിലുള്ളത്. കേട്ടോളിട്ടോ, ഇൽമ കേട്ടോളി. ഇന്ന് ദുൽമാണ്, ആ ദുൽമിനെതിരാ ഞങ്ങള്. കേട്ടോ, ഹദീസിലുള്ളത് ഒരു വിജനപ്രദേശത്തൊറ്റക്ക് അകപ്പെട്ട് വിഷമം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ, കേട്ടോളി പദപ്രയോഗം, കൊടുമ്പിരിക്കൊള്ളുമ്പോൾ എന്നിങ്ങനെ സന്ദർഭം വ്യക്തമായി നിർണയിക്കപ്പെടുകയും ചെയ്തു. കണ്ടോ, അതായത് ഈ ഹദീസ് സഹിയാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടവന്റെ സാധനം നഷ്ടപ്പെടുക, ഓന് മാത്രമേ ഇത് പറയാൻ അവകാശമുള്ളൂ. ഓന്റെ വാഹനം നഷ്ടപ്പെടുക ആ സന്ദർഭത്തിൽ മാത്രം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ പറഞ്ഞപ്പോ നമ്മൾ നേരെ കുതിര കയറി. ഇത് പറഞ്ഞത് ഇപ്പോ നമുക്കെതിരെ ശിർക്ക് ആരോപിക്കുന്ന 3 ആളുകളിൽ, ഇത് 3 പ്രാസംഗികരല്ല, 3 നേതൃത്വത്തിലിരിക്കുന്നവരിൽ സ്റ്റേറ്റ് ലെവലിൽ 3-ാമത്തെ ആള്. സ്റ്റേറ്റ് ലെവലിൽ 3-ാമത്തെ ആള്. മനസ്സിലാക്കണം നിങ്ങള്. എന്ത്? ഇത് നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മാത്രമേ യാ ഇബാദല്ലാഹ് അഈനുനി എന്ന് പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ടത് ശിർക്കാകുന്നില്ല? കേട്ടോ, 41 കൊല്ലം മുമ്പുള്ള സൽസബീൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കേട്ടോളൂ. അപ്പോൾ ജനനിബിഡമായ ഒരു പ്രദേശത്ത് വെച്ച് മൊയ്തീൻ ഷൈഖിനെ വിളിച്ചു തേടാൻ എന്തൊരു വെളിച്ചമാണ് ഈ ഹദീസിൽ ലഭിക്കുന്നത്. സഹായിക്കാൻ ആരെയും കാണാതെ അത്യധികം വിഷമത്തിലകപ്പെടുന്ന സമയത്ത് യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അല്ലാഹ്, കേട്ടോളീൻ, കുരിശിലേറ്റിയല്ലോ, ഞങ്ങളെ കുരിശിലേറ്റിയല്ലോ. നിങ്ങൾ ഈ ലീഡറെ എന്ത് ചെയ്യാൻ പോകുന്നു ഞങ്ങൾ കാത്തിരുന്ന് കാണുകയാണ്. മുർമുലെ മുശ്രിക്കാക്കുന്ന അടുത്ത മൊയ്ലിയാരെ ക്ലിപ്പിങ്ങും നിങ്ങളെ വയലും തൊള്ളപടായും ഞങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. മുർമൗലവി ഷിർക്കിന്റെ നമ്പർ 1 പ്രചാരകനാണ്. ജബ്ബാർ മൗലവിയാണ് ഇത് തുടക്കം കുറിച്ചതെന്നാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ പറഞ്ഞത്. അല്ല കേട്ടോ, നിങ്ങൾ പറയുന്ന വാദപ്രകാരം കേട്ടോ. അടുത്ത് കേട്ടോ, ഇനി കേട്ടോ, അള്ളാഹുവിന്റെ അടിമകളെ യാ ഇബാദല്ലാഹ് എന്ന് വിളിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകളും ജിന്നുകളും ആ ഗതിമുട്ടിയ മുഖ്മിനിനെ സഹായിക്കാൻ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇതാണ് ഹദീസിലെ ഉപദേശം. കഴിഞ്ഞോ കുരിശിലേറ്റുന്നവരെ കഴിഞ്ഞോ? തീർന്നില്ല. കേട്ടോളി, ഈ ഹദീസിനെ അടിസ്ഥാനമാക്കി ആരെങ്കിലും മൊയ്തീൻ ഷൈഖ് എന്ന് രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടിയാൽ അവനെ സഹായിക്കാൻ ആരും എത്തുകയില്ല. മാത്രമല്ല അവൻ അതുമൂലം കാഫിറായി പോകും. എന്നിട്ടേ മുസ്ലിയാർ അടുത്ത ചോദ്യത്തിൽ ആജറ ബീവിന്റെ സംഭവം ഉദ്ധരിച്ച് അതുകൂടി കേട്ടോളി. ആ മദനി പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ്. കേട്ടോളി, സുന്നി മുസ്ലിയാർ പറയുന്നു, പൂർവ്വ സമുദായങ്ങളിൽ പോലും അല്ലാഹു അല്ലാത്തവരുള്ള തേടുന്ന പതിവുണ്ടായിരുന്നു എന്ന് ബുഖാരിയിൽ ഹദീസിൽ കാണാം. മുസ്ലിയാർ പറയാട്ടോ, ഇസ്മായിൽ നബിയുടെ മാതാവ് വെള്ളം കിട്ടാതെ ദാഹിച്ച് വിവശയായപ്പോൾ, കുഞ്ഞിന്റെ രോദനം സഹിക്കവയ്യാതാവുകയും ചെയ്തപ്പോൾ സഫാ മർവ എന്നീ പർവ്വതങ്ങൾക്കിടയിൽ ഓടി. എന്നിട്ടോ അതിന്റെ അടുത്ത ഭാഗ കേട്ടോളി,
എന്തോ ഒരു അവ്യക്തമായൊരു ശബ്ദം കേട്ടു. ആ അവസരത്തിൽ ഇസ്മായിൽ നബിയുടെ മാതാവ് ഇപ്രകാരം പറഞ്ഞു, താങ്കൾ ശബ്ദം കേൾപ്പിച്ചു, എന്നാൽ താങ്കളുടെ അടുത്ത് വല്ല സഹായമുണ്ടെങ്കിൽ സഹായിക്കണേ എന്ന്. ഇതിനെ സംബന്ധിച്ചും ഇന്ന് നമ്മുടെ നിലപാടും ഇതിനെ വിമർശിക്കുന്നവരുടെ നിലപാടും 41 കൊല്ലങ്ങൾക്ക് മുമ്പ് സൽസബീലിൻ്റെ പത്രാധിപർ ഉമർമുലയുടെ നിലപാടും അന്ന് മദീനത്തുൽ പഠിപ്പിച്ച പണ്ഡിതന്മാരുടെ നിലപാടും ഇതെഴുതിയ മദനിയുടെ നിലപാടും എന്തെന്ന് പരിശോധിക്ക്. ഇതല്ലാത്തൊരഭിപ്രായവും ഞങ്ങൾക്കില്ല. ഇതിനെതിരായ അഭിപ്രായം ആർക്കാളുള്ളത്? ഇപ്പം ഇവർക്കല്ലേ. അപ്പം ആരാ സംഘടനയെ പൊളിച്ച്? ആർക്കാ പുത്തൻവാദമുള്ളത്? ഇപ്പം ഇവിടെ ഈ സദസ്സിലേക്ക് എൻ്റെ ഒരു പ്രിയ സുഹൃത്തിനെ ഞാൻ ക്ഷണിച്ചപ്പോൾ അയാൾ പറയണ, ബിദഅത്തിന്റെ സദസ്സിലേക്ക് നിങ്ങൾ എന്നെ ക്ഷണിക്കണോ? ഞാൻ വരണോ? ആരുടേതാ ബിദഅത്തിന്റെ സദസ്സ്? ആരുടേതാ ഔദ്യോഗിക സ്വഭാവത്തിൽ സംഘടിപ്പിക്കുന്ന ജമിയത്തുൽ ഉലമയുടെ നിങ്ങൾ പറയുന്ന നേതാക്കന്മാരും കേന്ദ്ര നേതാക്കന്മാരും ഇരിക്കുന്ന സദസ്സാ ബിദഅത്തിന്റെ സദസ്സ്, പുത്തൻവാദത്തിന്റെ സദസ്സ്. മുർമുല ഇന്ന് ഉണ്ടായിരുന്നെങ്കിലേ ഞങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുന്നിൽ നമ്പർ 1 ഉണ്ടാകുമായിരുന്നു. കേട്ടോളീ, ചോദ്യത്തിലെ വിഷയവും മുസ്ലിയാർ അവതരിപ്പിക്കുന്ന രേഖയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഉണ്ടോ? യാതൊരു ബന്ധവുമില്ല. അയാൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഹാജറ ബീവി അത്യധികം വിഷമം കൊടുമ്പിരിക്കൊണ്ട സമയത്ത്, ഒരു മനുഷ്യനെ കാണാൻ അങ്ങേയറ്റം കൊതിച്ച സമയത്തും ഒരു ശബ്ദം കേട്ടു. അപ്പോൾ നിങ്ങളാൽ വല്ല കഴിവുമുണ്ടെങ്കിൽ സഹായിക്കുക എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതാണ് ഹദീസിലുള്ളത്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചു തേടുന്നത് ഈ നിലക്കാണോ? വല്ല ശബ്ദവും കേട്ടിട്ടാണോ ഇവർ തേടുന്നത്? അപ്പൊ ശബ്ദം കേട്ട വ്യക്തിയോട് തേടിയാൽ അത് നിങ്ങൾ പറയുന്ന ഇസ്തിഹാസ അല്ലാതെ അത് കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഖാദിറായ, ഹാലിറായ, ഹയ്യായ മലക്കിനോടും ജിന്നിനോടും തേടലാണ്. അതിൽ ശിർക്കില്ല. ഇനി ഇതെഴുതിയ മഹാനെ കേൾക്കണ്ടേ? ഇതെഴുതിയ മഹാനെ ആരറിയോ? മലക്കിനോടും ജിന്നിനോടും പ്രാർത്ഥിക്കാമെന്ന് പറയും നമുക്കിടയിലുണ്ട് എന്ന് പറഞ്ഞ് ജാമിയയിലെ കൗൺസിൽ പ്രസംഗിച്ച മഹാനായ അദ്രിമാം പാലത്ത് മദനി, കേരള നദുവത്തുൽ മുജാഹിദിന്റെ മുൻ ട്രഷററും ഇപ്പോഴത്തെ അവരുടെ നേതാവും നമുക്കെതിരെ പ്രസംഗിക്കുന്ന ആളുമായ ആള് പാലത്ത് അബ്ദുറഹ്മാൻ മദനി, മദീനത്തുൽ അറബി കോളേജ്. വേണമെങ്കിൽ ആളുകൾക്ക് എന്ത് പറയാ? അത് കുട്ടിയായിരുന്ന കാലത്ത്, ഇവരെ അടുത്ത് പറയാൻ പോകുന്നതും കൂടി ഞാൻ കവർ ചെയ്യാൻ, കുട്ടിയായിരുന്ന കാലത്ത് പാലത്ത് എഴുതിയതല്ലേ എന്ന് അല്ല. മുർമൗലവി സാഹിബ് അതിനെപ്പറ്റി പറയുന്നത് കേട്ടോളീൻ. മുർമൗലവി സാഹിബ് അതിനെപ്പറ്റി പറയുന്നത് എന്തുകൊണ്ട് പാലത്തിനെ കൊണ്ട് എഴുതിച്ചു, അതെവിടെയാണ് നമ്മളെ പോയിന്റ്. അപ്പൊ ഇന്നത്തെ നേതാക്കന്മാർക്ക് എത്രത്തോളം വിവരക്കേടുണ്ട് എന്ന് നിങ്ങളത് മനസ്സിലായി കളി. ഇതൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. AP അബ്ദുൽ ഖാദർ മുതൽ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടക്കുന്നത്. നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ. ആ സാധു രോഗത്തിൻ്റെ മൂർധന്യത്തിലാണ്, ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് രോഗത്തിൻ്റെ മൂർധന്യത്തിലാണ്. പലപ്പോഴും അവരെ പറഞ്ഞ് ചതിച്ചും വഞ്ചിച്ചുമാണ് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. ഇനി മുർമുലവി സാഹിബ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് വന്നതിനെ കുറിച്ച് പറയാണ്, കേട്ടോളൂ. ഈ ചോദ്യം കിട്ടിയപ്പോൾ, മുസ്ലിയാരെ ഈ ചോദ്യം കിട്ടിയപ്പോൾ ഇതിന് ഖണ്ഡനമെഴുതി തരുവാനായി പുളിക്കൽ അറബി കോളേജിൽ ഒരു വിദ്യാർത്ഥിയെ ഏൽപ്പിച്ചു, അബ്ദുറഹ്മാൻ പാലത്ത്. തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കൾ എല്ലാവരും അവതരിപ്പിക്കാറുള്ള രേഖകളാണിവ. എങ്ങനെ? എന്ത്? മുർമുല എന്താ പറഞ്ഞ്? തലയെടുപ്പുള്ള സുന്നി മുസ്ലിയാക്കന്മാരൊക്കെ പണ്ടേ യാ ഇബാദല്ലാഹിനെ ഉദ്ധരിക്കാറുണ്ട്. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മാത്രം ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താ അറിവിന്റെ ലോകം നിങ്ങൾക്കില്ലപ്പോ. നിങ്ങൾക്ക് ലുൽമിന്റെ ലോകമുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ച്. കേട്ടോളീൻ, അവരെത്രത്തോളം ആ തെളിവുകൾ എത്രത്തോളം പര്യാപ്തമായ രേഖകളാണ്. അതായത് ആ രേഖകൾ അവരുടെ വാദം തെളിയിക്കാൻ തരപ്പെട്ടവയാണോ എന്ന് പരിശോധിക്കുവാൻ നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി മതി. നമ്മുടെ ഒരു ചെറിയ വിദ്യാർത്ഥി, അന്ന് മദനി പോസ്റ്റ് പോലും കിട്ടിയിട്ടില്ല, ചെറിയൊരു വിദ്യാർത്ഥി, അത് മതി. അങ്ങനെ തീരുമാനിക്കാനുള്ള കാരണം എന്താ? വലിയ വലിയ ആളുകളൊന്നും ഇതിന് മറുപടി അറിയണ്ട. കൊച്ചു കുട്ടിക്ക് പോലും അക്കാലത്തറിയാം യാ ഇബാദല്ലയിൽ ശിർക്കില്ല. അതുകൊണ്ട് ഒരു കൊച്ചു പയ്യനെ ഞാൻ ഏൽപ്പിച്ചു. ഇന്നോ ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിക്ക് യാ ഇബാദല്ലയിൽ ശിർക്കുണ്ട്, ജമിയത്തുൽ ഉലമയുടെ ബാക്കിയുള്ളവർക്ക് ശിർക്കുണ്ട്, വലിയ വലിയ നേതാക്കന്മാർക്ക് ശിർക്കുണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? KP മുഹമ്മദ് മലിയും ഉമർ മലിയും ഒക്കെ നയിക്കുന്ന കാലത്തുള്ള ചെറിയ കുട്ടികളുടെ അറിവ് പോലും ഇന്ന് നമ്മളെ നയിക്കുന്നവർക്ക് ഇല്ലാണ്ടായിപ്പോയി. ക്ഷമിക്കണേ, ഇല്ലാതായിപ്പോയി. ഇനി കേട്ടോളി, നിഷേധിക്കുന്നവർക്ക് അടുത്ത വാചകം കൂടി കേട്ടോളി കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എങ്ങനെ? കൊച്ചു വിദ്യാർത്ഥിനെ കൊണ്ട് എഴുതിപ്പിച്ച് വലിയോലൊന്നും ഇതിൽ ഇടപെടേണ്ടയില്ല എന്റെ കുട്ടി പറയും. പക്ഷെ ഇപ്പൊ ഒരാള് ജാമ്യ കിടന്ന് അലറുന്നുണ്ട്. എന്റെ ശിഷ്യന്റെ ശിഷ്യൻ പറയും, ഇന്ന് വരെ ഒരു സ്റ്റേജിൽ ശിഷ്യനെ കണ്ടിട്ടില്ല.
സക്കരിയ സ്വലാഹിക്ക് ശിഷ്യന്റെ ശിഷ്യന്റെ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജാമിഅ നബവിയിലെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര് ഇപ്പൊ ക്ലാസ് എടുക്കുന്നല്ലേ. പക്ഷേ പിന്നീട് ഇത് പറഞ്ഞതിന് ശേഷം എല്ലായിടത്തിലും മൂപ്പരനാ വിശദീകരണം. അപ്പൊ എനിക്കൊരു സംശയവും, എം എം മദനി മൂപ്പര ശിഷ്യനാ, ടി പി മൂപ്പര ശിഷ്യനാ, ശിഷ്യന്മാരെ ശിഷ്യ പോലെ എല്ലാവരോടും കൂടി വിശദീകരിക്കാൻ ഇവരൊക്കെ ശിഷ്യരാ? എന്താ ചങ്ങായിമാരെ, ഇവിടെ ഉമർ മൗലവി എന്തിനാ പാലത്തിനെ കൊണ്ട് അറിയിച്ചത്? ഉമർ മൗലവിക്ക് അഭിപ്രായമില്ലായിട്ടാ, എഴുതാൻ പറ്റായിട്ടാ? അല്ല, ചെറിയ മക്കൾ മതി ഇതിന് മറുപടി അറിയാൻ. തീർന്നില്ല, അടുത്ത വാചകവും കൂടെ പോലെ നെഞ്ഞത്തേക്കാ ഒരു പഴുതു വന്ന് പടച്ചോനെ ഹക്കിന്റെ കൂടെയാ. അതുകൊണ്ട് ഹക്കിലാ നിങ്ങളെത്ര ഭാഗ്യവാന്മാർ അതിൽ പങ്കെടുക്കരുന്ന് പറഞ്ഞ് എന്തൊരു ദൗർഭാഗ്യവാനാണ്. ഇബ്ലീസിന്റെ ദുർമന്ത്രങ്ങൾക്ക് വശംവദരായവരവര്. എനിക്ക് കേട്ടോളി അടുത്ത വാചകം. ഈ മറുപടിയിലുള്ളത് പാലത്തദ്രൈമ മദനീന്റെ മറുപടി അല്ലത്, സൽസബീലിന്റെ അഭിപ്രായം തന്നെയാകുന്നു.